ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത്ര നേരം തലവേദനയിട്ട് കിടക്കുകയായിരുന്നു. കിടന്നിട്ട് എണീച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കിടക്കാന്ന് വിചാരിച്ചു, പക്ഷെ കിടക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. നമ്മളവിടെ ഹെൽപ്പിന് വരുന്ന ആള് വന്നിട്ടില്ല. അതുകൊണ്ട് തലവേദന അണിച്ചാലും എണിച്ചേ പറ്റൂട്ടാ. വാക്കുട്ടിയും സ്റ്റൊമക് പെയിനായിട്ട് കിടക്കുകയാണ്. പിന്നെ അപ്പോൾ വിചാരിച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എനിക്കതൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി തലവേദന വന്നിട്ട് അതിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ട് വയറ് നല്ല വേദനിക്കുന്നുണ്ട്. നാവൊക്കില്ലേ, അങ്ങനെ പുണ്ണുപോലെ അങ്ങോട്ട് പൊള്ളിയ പോലെ വേദനിക്കുന്നുണ്ട് കേട്ടോ. ഈ തലവേദന കാരണം എത്ര മരുന്നാണ് കഴിക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇത് എവിടെ പോയിട്ട് അങ്ങോട്ട് മാറണമില്ല കേട്ടോ. തലവേദന അല്ലാത്ത കാര്യങ്ങൾ വേറെ, പക്ഷെ ഇതിന്റെ പെയിൻ കില്ലർ കഴിക്കുന്തോറും ശരീരം ഇങ്ങനെ ബുദ്ധിമുട്ടാവുകയാണല്ലോ. എന്താ ചെയ്യുക, വരുന്നിടത്ത് വെച്ച് കാണാച്ചിട്ട് ടാബ്ലറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേനും എടുത്ത് കഴിക്കുന്നുണ്ട്. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക. പിന്നെ ഈ ഇവിടെയൊക്കെ എനിക്കൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പൊ കൂടുതലാ. ഇത് എന്തിന്റെ വേദനയെന്ന് അറിയില്ല. നമ്മൾ വാദത്തിന്റെ ടെസ്റ്റൊക്കെ അന്ന് ചെയ്തിരുന്നു, പക്ഷെ അതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല. ഈ ഒരു വിരല് മാത്രം എനിക്കിങ്ങനെ ഒരു മിന്നണ പോലെ ഒരു വേദന ഒരാഴ്ച മുൻപ് ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങനെ മാറി. പിന്നെ എനിക്കിങ്ങനെ അമർത്താനൊന്നും പറ്റില്ല. പിന്നെ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കില്ല കുഴപ്പമില്ല വെച്ചിട്ട് പോവാം. പക്ഷെ ഇത് എന്തിൻ്റെയൊക്കെ തുടക്കമാണെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 1 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ വേദനിക്കാൻ തുടങ്ങിയിട്ട്. അതും എനിക്ക് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി തൊട്ട് ഈ ഒരു വിരല് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ വേദനിക്കുക. ഇപ്പൊ വരലാന്തരം വേദനിക്കണം. ഈ വിരല് 2 ആഴ്ച മുൻപ് വേദനിച്ചു, അത് 2 ദിവസം കഴിഞ്ഞ് മാറി. ഇപ്പൊ ഇന്നലെ രാത്രി ഇങ്ങനെ എന്തോ ഇങ്ങനെ പിടിച്ചപ്പോ ഈ വിരല് ഇവിടെ നിന്നോട്ട് വേദനിക്കുക. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ മാറിയിട്ടോ. അപ്പൊ ഞാൻ സമാധാനിച്ചോ മാറി പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോ അത് വീണ്ടും അതുപോലെ തന്നെ വേദനിക്കുക. ഇനി ഞാൻ എന്താ ചെയ്യുക? ഇനി ഞാൻ എവിടെ പോയി നോക്കുക? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവരുടെ ഒരു വിശ്വാസം എനിക്കില്ല. കാരണം നമ്മൾ ഒന്ന് പറയും, അവർ വേറെ ഒന്നിനാ മരുന്ന് എഴുതുക. പിന്നെ ഒന്നും ഇങ്ങോട്ട് മാറണമില്ല. അങ്ങോട്ട് എത്രയൊക്കെ നമ്മൾ ചിരിച്ചു നിന്നാലും അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്നെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ വേദനയൊക്കെ ആവുമ്പോഴേ ഇനിയിപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കാൻ എനിക്ക് അറിയില്ല. എന്നാൽ എന്തൊക്കെയോ എന്നെ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഡോക്ടർ പോയിപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം ആ വയറുവേദന ചെറുതായിട്ട് മാറ്റമുണ്ടെങ്കിലും പിന്നെ ഇടയ്ക്കൊക്കെ ഒരു വേദന വരും കേട്ടോ. അപ്പൊ എനിക്ക് വീണ്ടും പേടിയും. കാരണം സിസ്റ്റ് പോയാലും വീണ്ടും അത് വളരും എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. ഈ ടെൻഷനൊക്കെ ആയാലൊക്കെ വളരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ എന്താ ചെയ്യുക, ഞാൻ ആയുർവേദം കാണിച്ചിട്ട് ഇപ്പൊ ഈ വേദന ഇങ്ങനെ കാണിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സുഖമില്ല, അങ്ങോട്ട് ഒരു ശരീരം ഒരു സുഖമില്ല. ഒരു വേദനകളൊക്കെ ആവുമ്പോഴേ കുറച്ച് ദിവസമൊക്കെ വിചാരിക്കും ഞാൻ എന്ത് വൈകിച്ചാലും ഞാനത് പറയില്ല, ഞാനത് ഇങ്ങോട്ട് ആക്റ്റീവായിട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ അങ്ങോട്ട് അവിടെ കിടക്കും, ഡൗൺ ആവും. അപ്പോൾ വീണ്ടും എനിക്കിങ്ങനെ ഓരോ ഇത് വരും. ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇപ്പം ഈ വിരലിപ്പോൾ ഇതൊക്കെ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോഴേക്കും ഇങ്ങനെ വീങ്ങും കേട്ടോ. അതുപോലെ കാലിൻ്റെ അടിയും വേദനിക്കും. നമ്മളിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാലിൻ്റെ 2 അടിയും വേദനിക്കും. അത് എന്തിൻ്റെ സിംറ്റംസ് ആണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയണമെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വാദത്തിൻ്റെ ആയിരിക്കും പറഞ്ഞിട്ട് ഞാൻ ചെയ്തു. പിന്നെ അന്ന് അവർ കുറേ മരുന്നൊക്കെ തന്നു. നമ്മൾ അന്ന് ഇതുപോലെ പോയിട്ട് ഞാൻ ഇങ്ങനെ ടെസ്റ്റൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ അസുഖം അറിയാതെ തന്നെ അവരെനിക്ക് 1 മാസത്തെ മരുന്ന് തന്നത് 11 തരം മരുന്നാ തന്നെ. ഞാനിങ്ങനെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു, എനിക്ക് ഇവിടെ വേദനിക്കുന്നുണ്ട് അവര് ശരീരത്തിൽ എവിടെയൊക്കെ വേദനിക്കുന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പൊ അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാനിങ്ങനെ വാദത്തിന്റെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പൊ ഡോക്ടർ ചോദിച്ചു എവിടെയൊക്കെ വേദനിക്കുന്നത് വെച്ചിട്ട് ഞാൻ എല്ലാം പറഞ്ഞു, നമുക്ക് എവിടെയൊക്കെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ റിസൾട്ട് കാര്യങ്ങളൊന്നും വരുന്നതിന് മുൻപ് തന്നെ അവർ 11 തരം മരുന്നാണ് എനിക്ക് തന്നത്. അത് കഴിച്ച് ഞാൻ അങ്ങോട്ട് തളരുകയുണ്ടായിരുന്നു. അതില് എനിക്കിങ്ങനെ ഉറക്ക ഗുളിക അവർ തന്നിരുന്നു കേട്ടോ. ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാൽ നല്ല ഡോസുള്ള ഒരു ഗുളിക. അതും കഴിക്കുമ്പോഴത്തേനും അപ്പം നമ്മൾ ഉറങ്ങും. അപ്പം തന്നെ അത് കഴിച്ച് 2 മിനിറ്റ് ആകുമ്പോഴത്തേനും അപ്പം തന്നെ ഉറങ്ങും. എനിക്ക് ഇന്നലെ ഡൗട്ട് ഉണ്ടായിരുന്നത് ഉറക്ക ഗുളിക തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് അറിയുന്ന അവിടെ
ഒരു മോളുടെ അടുത്ത് ഇങ്ങനെ അയച്ചു കൊടുത്തു, വാട്സപ്പിൽ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചത് സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ആണോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതെ, അത് സ്ലീപ്പിംഗ് ടാബ്ലറ്റ് എന്ന് മാത്രമല്ല ഏറ്റവും ഡോസ് കൂടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ, കാരണം നമ്മൾ ഉറക്ക ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്ക് തലവേദന വരുന്നത് കാരണം ഉറക്കം ഉണ്ടാവാറില്ല ഈ മൈഗ്രെയിൻ. എന്നാലും ഇപ്പോൾ ഉറക്ക ഗുളിക ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല, കാരണം എങ്ങനെയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുന്നല്ലാണ്ട് നമുക്ക് ഉറക്ക ഗുളിക കഴിക്കേണ്ട ഒരു ഇതല്ലല്ലോ. അപ്പോൾ പിന്നെ അതും കൂടി കേട്ടപ്പോൾ ആകെ ടെൻഷൻ, എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എന്ത് വെച്ചിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് പോവുക എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ എന്ത് വെച്ചിട്ടാണ് പോവുക വെച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ അസുഖങ്ങളൊന്നും കണ്ടുപിടിക്കണ മുൻപ് അവർക്ക് പറ്റുന്ന ഒരു തരം മരുന്ന്, അന്നത്ര 4000 സംതിങ്ങിന് മരുന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അസുഖം കണ്ടുപിടിക്കുന്നതിന് മുൻപേ ഈ ഒരു മാസത്തിന് എനിക്ക് മരുന്ന് തന്നിട്ടാണ് അവർ അടുത്ത മാസം വരുമ്പോഴാണ് ടെസ്റ്റ് കാണിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു മാറ്റമില്ല കേട്ടോ. മരുന്ന് കഴിഞ്ഞു, പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, കാരണം പിന്നെ ആ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോകാൻ എനിക്ക് എന്തോ ഒരു പേടി പോയില്ല. പക്ഷെ ഇപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഓരോരോ ദിവസം ഓരോരോ വേദനയും കൊണ്ട് വരും. അപ്പോൾ എനിക്കിങ്ങനെ ടെൻഷനാവും. ഇപ്പം എന്താ വെച്ചിട്ട് എനിക്ക് തോന്നണ ഈ 20 വർഷമൊക്കെ ആയി മൈഗ്രെയിൻ്റെ തലവേദന വന്നിട്ട്. ഈ പെയിൻ കില്ലർ കഴിച്ച് ഇനിയിപ്പോൾ ബോഡി വീക്കായതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നുമല്ല നമ്മളുടെ വീഡിയോ. അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ണി പിന്നെ വാകുട്ടി കിടക്കണം പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നത്. എന്താ കറി വയ്ക്കാനൊന്നും ഒരു പ്ലാനൊന്നുമില്ല, നോക്കി നോക്കാം. ഇൻട്രോ കുറച്ച് നീണ്ടിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു സമാധാനം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിയുന്നവരിങ്ങനെ കമൻറ്റ് ചെയ്യുമല്ലോ എന്തിൻ്റെങ്കിലും സിംറ്റംസ് ആണെച്ചാൽ, അതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തിൻ്റെ ടെസ്റ്റ് എടുക്കാമെന്ന് എനിക്കറിയില്ല. ഈ കൈയൊന്നുമില്ല, ഇങ്ങനെ മടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇന്നലെ തൊട്ട് ഈ വിരൽ ഇങ്ങനെ അമർത്തുമ്പോഴത്തേനും ഇവിടെ അങ്ങോട്ട് ഷോക്ക് അടിച്ച് ഒരു വേദനയാണ്. എൻ്റെ ശരീരത്തിലുള്ള വേദനകളൊക്കെ ഒരു തരം ഡിഫറെൻ്റ് ആട്ടോ. ഒരു ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തരം വേദന. എനിക്ക് ഇനിയിപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു, അയണിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ആയാലും ബോഡി ഡൗൺ ആവുമല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ എന്താണ് എനിക്ക് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനിന്ന് അത്രയും എനിക്ക് മനസ്സും ശരീരവും ഒക്കെ ഒരു സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞേ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നിൽക്കാനൊന്നും വയ്യ, എങ്കിലും നമ്മളുടെ ഒരു മനഃശക്തി വെച്ചിട്ട് ചെയ്യാം. വരൂ. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുക ഫസ്റ്റ് തന്നെ എന്ന് വിചാരിച്ചു. അപ്പോൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കടലക്കറി ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് വേഗം ചടപെടുന്ന് ചെയ്യാൻ. വാകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി അപ്പോൾ വേഗം തന്നെ നമ്മൾക്ക് ജോലിയിലേക്ക് പോവാം കേട്ടോ. മുടി നനഞ്ഞു, അതുകൊണ്ട് അതെങ്ങനെ നമ്മൾ അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വാകുട്ടി പറഞ്ഞു കറി അവള് വരെ നിൽക്കാൻ സമയമില്ല, അവൾക്ക് വെറുതെ ഒരു നെയ്റോസ്റ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് അവൾക്ക് കൊടുക്കാം. അവൾക്ക് വെറുതെ കുറച്ച് പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, അപ്പൊ ഞാനത് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉണ്ണി പഴങ്കഞ്ഞി കുടിച്ചു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് രണ്ടാളും കൂടി ഭാഗിച്ച് കഴിച്ചപ്പോൾ അവർക്ക് തികഞ്ഞില്ല. അപ്പൊ വാകുട്ടി പറഞ്ഞ് എനിക്കൊരു ദോശ ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വാക്കുട്ടിയുടെ ദോശ ആയിട്ടുണ്ട്, നമുക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ കടലക്കറിയും ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അതിനുള്ള സാധനങ്ങളാണ് ഞാൻ റെഡിയാക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, എന്നിട്ട് നമുക്ക് ഇതിന് പൊടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ കടലക്കറി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുമോ, ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരോ കറികൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്നിട്ട് ഉണ്ണി വാവ നന്നായിട്ടുണ്ട് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് വയ്യച്ചാലും ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇതിന് ആവശ്യമുള്ളതൊക്കെ ഒന്ന് പൊടിച്ച് മരിച്ചൊക്കെ എടുക്കുവാണ് കേട്ടോ.
ഇതാണ്ടോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വെല്ലുള്ളി 2 എടുത്തിട്ട് അരച്ചിരിക്കുവാണ്. ഉണ്ണി എന്റെ തലയൊന്ന് ശരിയാക്കി വെച്ചാ നമ്മുടെ വായോ ഇത് തല കാണുന്നില്ല. ഇനി ഉണ്ണിയോട് റെഡിയാക്കി തരാൻ പറഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിട്ടിട്ട് നടക്കാം. നന്നായിട്ട് പച്ചമണമൊക്കെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാണ്. ഇത് തക്കാളി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. രണ്ടത് അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. നന്നായിട്ട് പച്ചമണം പോട്ടെ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ ഇതിലിട്ടേക്കുന്നത് 2 പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 വെല്ലുള്ളി അരച്ചത്, പിന്നെ തക്കാളിയുടെ ജ്യൂസുമാണ് കേട്ടോ അതിൽ ചേർത്തേക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. സംഭവം അടിപൊളിയാവുന്നു തോന്നുന്നു. കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാന്ന് തോന്നുന്നു. എന്താ ചൂടല്ലേ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അടുക്കളയിൽ. കാരണം അടുക്കളയിൽ ഒരു പ്രത്യേക ചൂടാ. അതുകൊണ്ട് ഞാൻ മുടീനൊക്കെ നെറുകത്ത് പിടിച്ച് കെട്ടി വെച്ചിരിക്കും കേട്ടോ. എന്താ പാലക്കാടിൽ എത്ര ഡിഗ്രി ഉണ്ട് ചൂട്? 41ഓ? അത്രയും ചൂടാട്ടോ. അയ്യോ രാത്രിയൊക്കെ ഇവിടെ എന്താ വെച്ചാ കറണ്ട് പോകും. പിന്നെ എ സി ഒന്നും ഇടാനേ പറ്റാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ വോൾട്ടേജ് ഇല്ല. പിന്നെ എ സി ഇടാം. പക്ഷെ എന്നാലും കറണ്ട് ബില്ല് നോക്കി അടുത്ത പ്രാവശ്യം നല്ലൊരു കറണ്ട് ബില്ല് വരും. കാരണം വോൾട്ടേജ് ഇല്ലാതെ എ സി നമ്മൾ ഇടണില്ല എങ്കിലും കറണ്ട് ബില്ല് വരും കേട്ടോ. ഒരു പുലർച്ചയ്ക്കൊക്കെയാണ് അവർ കറക്റ്റായിട്ട് ഒരു കറണ്ട് ശരിക്കും വിടണുള്ളൂ. അപ്പോഴത്തേനും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും, കുറെ വിയർത്ത് കുളിച്ച് ആകെ ഇതായിട്ടുണ്ടാവും. പിന്നെ എന്താ ചെയ്യുക, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് നമ്മള് സഹിക്കുക. അപ്പൊ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനൊന്ന് തിളയ്ക്കാൻ വിടണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആ കടല കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ കറ്റാർ വാഴ തലയിൽ തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കറ്റാർ വാഴ ഇടയ്ക്ക് തേക്കുന്നുണ്ട്. കാരണം നല്ലതാണ് കറ്റാർ വാഴ തേക്കുമ്പോൾ കേട്ടോ. അപ്പോൾ കറി സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊരു 2 ദോശയും കൂടി ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇതാണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോഴല്ല കഴിക്കുമ്പോഴും ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ണി ഉണ്ണി ഉണ്ണിക്ക് നെയ്ദോശ വേണ്ടേ? നെയ്ദോശ വേണ്ടേ? പിന്നെ അതന്നെ നെയ്ദോശ വേണോ എണ്ണദോശ വേണോന്ന്? എണ്ണ എടാ കൂട്ട, നെയ്ദോശ വേണോ എണ്ണദോശ വേണോന്ന്? അതിന് നെയ്യ് ഒഴിക്കട്ടെ? നെയ്ദോശ വേണോ എണ്ണദോശ? അവൾക്ക് നെയ്യ് ഇഷ്ടമില്ല. അപ്പൊ നെയ്ദോശ വേണോ എണ്ണദോശ വേണോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടദോശ. കാരണം ഞാൻ കുട്ടിദോശ ഉണ്ടാക്കി കൊടുക്കും. ഒത്തിരി പരത്തിയത് എനിക്ക് ഇഷ്ടമില്ല. അത് എന്റെ ഓരോ ഇതനുസരിച്ചിരിക്കും. അപ്പൊ അവള് എന്താ ഉണ്ടദോശ എന്ന് അവിടുന്ന് വിളിച്ചു പറയാ. വെള്ളപ്പിണ്ടി ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിച്ചിട്ടാ ഇരിക്കുന്നത് കേട്ടോ. അയ്യോ അടുക്കളയിൽ നിൽക്കാൻ വയ്യ. പിന്നെ പറഞ്ഞ ഈ കൈവേദന വേണ്ട, കൈയൊക്കെ നീരെടുത്തിരിക്കുന്നുണ്ടോ? ഇത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് വേദനയാണെങ്കിലൊന്നും ഞാൻ കാര്യമാക്കില്ല. അത്രയും എന്നെ കിടത്തിയാൽ മാത്രമേ കേട്ടോ ഞാൻ കാര്യമാക്കുള്ളൂ. ഇതൊന്നും എനിക്കൊരു വിഷയമില്ല. കാരണം ഇതെന്നെ ഇതാണ് വിരല് നോക്കിയേ, എന്തൊക്കെയോ എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയോ സൈഡ് എഫക്റ്റുകൾ എവിടെന്നൊക്കെയോ പിടിച്ചിട്ടുണ്ട്. അതെന്താ ഏതാന്ന് ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എനിക്കും പറ്റുന്നില്ല.
ചച്ചു. എണ്ണ ഒഴിക്കാൻ വേണ്ടി നോക്കിയതാ, ഇത് സാധനം കൈ കൂടെ പോകും. ഇത് തുറക്കേണ്ട കൈ ബലമില്ലല്ലോ, അപ്പൊ പിടിച്ച് ഇതാക്കിയതാ. പക്ഷെ അത് ഇടാൻ പറ്റൂട്ടാ. അപ്പൊ ഇങ്ങനെ ഉണ്ണിക്കുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കുട്ടി ദോശയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇതും കറിയും കൂടെ അവൾക്ക് കൊടുക്കാം. വാക്കുട്ടി കഴിച്ചു കേട്ടോ. വാക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പഴകഞ്ഞി കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവൾക്ക് ഇനി ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അവള് ഒരു ദോശ വെറുതെ കഴിച്ചു. അപ്പൊ പിന്നെ വാക്കുട്ടിക്ക് സ്റ്റൊമക് പെയിനും ആണ്, പിന്നെ അങ്ങനെ കഴിക്കാനൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഉണ്ണിക്ക് കൊടുക്കാം. ഉണ്ണി എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. ഇതിൽ ഞാൻ ഓട്സ് ഒക്കെയാണ് കേട്ടോ കഴിക്കുക. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും ഒരു ദോശ കഴിക്കാന്ന്. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. എന്തായാലും ഇനി ഉണ്ണിക്ക് കഴിക്കാൻ കൊടുക്കണം കൂടി ഞാൻ കാണിച്ചു തരാം. വാക്കുട്ടി കിടന്നു കേട്ടോ. ഇല്ല ഞാൻ വാക്കുട്ടി ഒരു വാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ചോദിക്കാൻ വിചാരിച്ചു. അവള് കിടന്നു. പിന്നെ ആൾക്ക് വയറുവേദനയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആള് ഭയങ്കരമായിട്ട് സൈലന്റ് ആണ്. ഇല്ലച്ചാ ഇവിടെ അങ്ങനെ കൂക്കിയിട്ട് നിലവിളിച്ചിട്ടൊക്കെ നടക്കും. പക്ഷെ വയ്യാച്ച ആളുടെ ഇവിടെ ഒരു ഇതും ഉണ്ടാവില്ല. ആളുടെ വാർഡിന് നടക്കൂട്ടാ. അപ്പൊ എന്തായാലും കഴിക്കട്ടെ.